ഹലോ ഫ്രണ്ട്സ്, ഈസി ഇംഗ്ലീഷ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പഠിക്കാൻ പോകും PSC പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് ബേസിക്കലി ഗ്രാമാറ്റിക്കലി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രയാസകരമായ ഒന്നായി തോന്നുന്നതാണ് ടെൻസസ്. ടെൻസ് എന്ന് കേൾക്കുമ്പോഴേ അങ്ങനത്തെ ആളുകളുണ്ട്. ടെൻസ് സ്കൂളുകളിലൊക്കെ കേട്ട് ബോറടിച്ച് ഇംഗ്ലീഷിനോട് വെറുപ്പ് തോന്നിയ ആളുകൾ, ഭയങ്കര ബോറിംഗ് ആയിട്ട് ഭയങ്കര പ്രയാസകരമായിട്ട് ഇംഗ്ലീഷ് തോന്നിയതിന് തന്നെ കാരണം പക്ഷെ ടെൻസസ് ആയിട്ട് ഈ ടെൻസുകൾ വളരെ സിമ്പിളായി അവതരിപ്പിക്കാൻ പോവുകയാണ് പറയുന്നത്. ഈ ടെൻസുകൾ എങ്ങനെ നമ്മുടെ യൂസേജിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് ഒരു സെന്റൻസ് കണ്ടാൽ അതിൽ ടെൻസ് തിരിച്ചറിയാം. PSC പരീക്ഷകൾക്ക് സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ടെൻസുകൾ. ഈ ടെൻസുകൾ മനസ്സിലാക്കിയാൽ ഇംഗ്ലീഷിന്റെ ഒരു വലിയൊരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്രാമാറ്റിക്കലി. ഇപ്പോൾ ഈ വീഡിയോ സ്കൂൾ സ്റ്റുഡൻസിനാണെങ്കിലും ഇംഗ്ലീഷ് ആസ്പിറൻസിനാണെങ്കിലും PSC പരീക്ഷകൾക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിൽ ഓൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാവുകയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് സ്പോക്കൺ ഇംഗ്ലീഷ്, റിട്ടൻ ഇംഗ്ലീഷ്, ബിസിനസ് ഇംഗ്ലീഷ്, PSC ഇംഗ്ലീഷ്, സ്കൂൾ ഇംഗ്ലീഷ്, എല്ലാത്തരം ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എല്ലാത്തിന്റെയും പ്ലേലിസ്റ്റുകൾ താഴെയുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ആവശ്യമുള്ളത് കാണുക, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ടെൻസസ് എന്താണ്? ടെൻസ് എന്ന് പറഞ്ഞാൽ കാലങ്ങളാണ്, കാലത്തെ സൂചിപ്പിക്കുന്നത്. ടെൻസുകൾ നമ്മൾ 12 വിധത്തിലാണ് ഇംഗ്ലീഷിൽ ടെൻസ്. നമ്മൾ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, simple future, future continuous, future perfect continuous. So total 12 tenses are there in English. പഠിക്കണം. ഈ പേര് പഠിച്ചു വെച്ചിട്ട് നമുക്കൊരു കാര്യമില്ല, പക്ഷെ ഇതിന്റെ ഉപയോഗം പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടതാണ്. PSC പരീക്ഷ ഞാൻ പറഞ്ഞു, മത്സര പരീക്ഷകൾക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും നമ്മൾ നിത്യേനയുള്ള ഇംഗ്ലീഷിലാണെങ്കിലും റിട്ടൺ ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും ഇംഗ്ലീഷ് അറിഞ്ഞ് സംസാരിക്കാനും എഴുതാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഈ പേര് കേൾക്കുമ്പോഴേക്കും ആകെ കൺഫ്യൂഷൻ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് പേര് പഠിക്കുന്ന അല്ലെങ്കിൽ പേര് പഠിക്കാതെ ഗ്രാമർ പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് 12 ടെൻസസ്? ഞാൻ പറയും 12 ടെൻസ് എന്ന് പറയുന്നത് 3 കാലങ്ങൾ 3 കാലങ്ങൾ 4 കോലത്തിൽ. ഏതൊക്കെയാണ് 3 കാലം? നമുക്കറിയാം, കാലങ്ങൾ നമുക്കറിയാം ഏതൊക്കെയാണ്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. 3 കാലം. 3 കാലം 4 കോലം. അതേതാണ് 3 കാലം 4 കോലം. പേര് പഠിച്ചു വെക്കല്ലേ? ഒന്ന് നോക്കൂ, പേരൊന്ന് നോക്കൂ. സിമ്പിൾ പ്രസന്റ് 3 × 4 12. അങ്ങനെയാണ് 3 × 4 12. 12 tenses are there. 3 × 4 12 tenses. Simple present, present continuous, present perfect, present perfect continuous. It's easy now. Past നോക്കൂ, simple past, past 4 കോലത്തിൽ. Past, past continuous, past perfect continuous. Next one, future, ഭാവി അല്ലേ? ഭാവി കാലം. പ്രസന്റ് എന്ന വർത്തമാന കാലം, ഇപ്പോഴുള്ള കാലമാണ്. പാസ്റ്റ് വിശദമായിട്ട് നമ്മൾ പറയും. ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന്റെ പേര് പഠിച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല, മറിച്ച് ഇതിന്റെ ഉപയോഗമാണ്. ഇതിനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഏതാ ടെൻസ്. കാരണം ഇതിന്റെ ഉപയോഗം മനസ്സിലാക്കി വെക്കാം. നോക്കിക്കോളൂ, എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ നമ്മൾ ജസ്റ്റ് വി ആർ മേക്കിംഗ് എ ടേബിൾ ഹിയർ. അപ്പൊ നോക്കൂ, സിമ്പിൾ പ്രസന്റ്. എന്താണ് സിമ്പിൾ പ്രസന്റിന്റെ രൂപം? നമ്മൾ മുമ്പ് വെർബിന്റെ 5 കോലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേർബിനാണ് 5 കോലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 5 കോലങ്ങൾ എന്ന് പറഞ്ഞത് അതിന് ടെൻസ് ആണ്. അതായത് അതിനെക്കുറിച്ചുള്ള വീഡിയോ, എന്താണ് വെർബിന്റെ 5 കോലങ്ങൾ, എങ്ങനെ അത് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ താഴെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും വെർബിന്റെ 5 കോലങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും സിമ്പിൾ പ്രസന്റ്, ഈ സിമ്പിൾ പ്രസന്റിലെ വെർബിന്റെ ഏത് രൂപമാണ് വരിക എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ആ ടെൻസ് എഴുതാൻ പറ്റും, അതല്ലെങ്കിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. എന്താണ് സിമ്പിൾ പ്രസന്റ്? സിമ്പിൾ ആണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ സിമ്പിൾ ആണ്.
കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്, തുടരുന്നതാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായതാണ്, അത് കാലത്തിനനുസരിച്ച് എല്ലാം ഉണ്ടാവും എന്നർത്ഥം. നോക്കിക്കോളൂ, സിമ്പിൾ പ്രസന്റിൽ ഏത് കോലത്തിലാണ് വെർബ് വരാം? സിമ്പിൾ പ്രസന്റിലെ വെർബ് എന്ന് പറയുന്നത് വെർബ് 1 ആയിരിക്കും. വെർബ് 1, അതായത് ബേസ് ഫോം ഓഫ് ദ വെർബ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്, പ്ലേ ആണ് വരിക. ജമ്പ്, ജംപ്, ജംപ്, ജമ്പ് ആണ് വരിക. ത്രോ, ഫ്ലൂ, ത്രോൺ, ഫസ്റ്റ് പറഞ്ഞ ത്രോ ആണ് വരിക. ഗോ, വെന്റ്, ഗോൺ, ഗോ ആണ് വരിക. ഗോട്ട് ഐഡിയ? കീപ്, കെറ്റ്, കെറ്റ്, സ്വീറ്റ്, സെറ്റ്, സെറ്റ്, ഫസ്റ്റ് ബേസ് ഫോം ആണ് വരിക. അതല്ലെങ്കിൽ അതായത് വെർബ് 1 അല്ലെങ്കിൽ യെസ് ഫോം ആണ് വരിക. യെസ് ഫോം എന്ന് പറഞ്ഞാൽ കീപ്സ്, ഗോസ്, പ്ലേസ്, ജംപ്സ് എന്ന് പറഞ്ഞ യെസ് അവസാനിച്ചിട്ടുള്ള സിംഗുലർ, പ്രസന്റ് സിംഗുലർ. ഈ രണ്ടാമത് വെർബ് ഫോംസ് ആണ് എവിടെ വരാം? സിമ്പിൾ പ്രസന്റിൽ വരാം. അപ്പൊ മനസ്സിലാക്കുക, സിമ്പിൾ പ്രസന്റിൽ വരെ ഈ രണ്ടാമതൊരു വെർബ് ഫോം ആണ് വരാം. ഉദാഹരണം, he plays football, they come to my home, I wake up at 7 a.m. Okay, I play football in the grounds. ഇവിടെയൊക്കെ വെർബ് 1 ആണ് അല്ലെങ്കിൽ എസ് ഫോം ആണ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എസ് ഫോം വരുന്നത് സിംഗുലറിലാണ്, പ്ലൂറലിലാണ്, V1 വരാം. ഏതായാലും പ്രസന്റിൽ ഉപയോഗിക്കുന്ന അങ്ങനെയാണ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? V1 പകരം ഡു, അതായത് അല്ലെങ്കിൽ യെസ്, യെസ് ഫോമിൽ പറയും. ഡു അല്ലെങ്കിൽ യെസ്, ഡോണ്ട് അല്ലെങ്കിൽ ഡസൻ. ഈ രൂപമാണ് എന്തിൽ ഉപയോഗിക്കാം? V1. അപ്പൊ V1 കണ്ടാൽ തിരിച്ചറിയാം, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. ഇനി നമ്മൾ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, സോറി, സിമ്പിൾ പാസ്റ്റിലേക്കാണ്. സിമ്പിൾ പാസ്റ്റിൽ വരുന്ന വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാൻ യു ഗസ്? എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റില് V2 പാസ്റ്റ് ഫോം ആയിരിക്കും, അതായത് V2 പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അതല്ലെങ്കിൽ നെഗറ്റീവ് ആവുമ്പോൾ didn't, didn't, like, did you play football? I went to home yesterday. ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോയി, ചെയ്തു. പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ്. ജസ്റ്റ് ഒരു കാര്യം ചെയ്തു, കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ടെൻസസ് നമ്മൾ വരുന്ന വീഡിയോസിൽ പറയും, ഓരോ ടെൻസ് എടുത്ത് പറയും. ഇപ്പൊ ജസ്റ്റ് മൊത്തത്തിൽ മനസ്സിലാക്കാം. അപ്പൊ കണ്ടാൽ തിരിച്ചറിയാം, വെർബ് 2 ആണോ? അതെന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. വെർബ് 2 ആണോ? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇനി സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ പ്രത്യേകത? അവിടെ വിൽ ഓർ ഷാൾ, വിൽ ഓർ ഷാൾ ആണ് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയാണ്, വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാനാണ് ഫ്യൂച്ചർ ഉപയോഗിക്കുക. ഭാവി കാലം. വിൽ ഓർ ഷാൾ ഉണ്ടാകും. വിൽ ഓർ ഷാളിന്റെ കൂടെ വരുന്ന വെർബ് പ്ലസ് V1 ആയിരിക്കും. വിൽ ഓർ ഷാൾ പ്ലസ് V1. അപ്പൊ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഞാനൊരു സെന്റൻസ് പറയാം, ഐ പ്ലേ ഫുട്ബോൾ. ഇതിനെ എനിക്ക് പാസ്റ്റിലേക്ക് ഐ പ്ലേ ഫുട്ബോൾ V1 ആണ്. ഹി പ്ലേസ് ഫുട്ബോൾ V1 ആണ്. ഇതിന്റെ പാസ്റ്റ് ഐ പ്ലേഡ് ഫുട്ബോൾ, ഹൈ പ്ലേഡ് ഫുട്ബോൾ അല്ലെങ്കിൽ ഹി പ്ലേഡ് ഫുട്ബോൾ. ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഹി വിൽ പ്ലേ ഫുട്ബോൾ അല്ലെങ്കിൽ ഐ വിൽ പ്ലേ ഫുട്ബോൾ. I played football, I played football, I play football, I played football, I will play football. Look, ഇതാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്താണ് മനസ്സിലായി, സിമ്പിൾ പാസ്റ്റ് എന്താണ് മനസ്സിലായി, സിമ്പിൾ ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലായി. You can move. Next, continuous. Continuous എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന, തുടരുന്നതാണ്. അത് ഇപ്പൊ തുടരുന്നതാകാം സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. മുമ്പ് തുടർന്നുകൊണ്ട് പേര് പിടിക്കാനുള്ള സുഖത്തിനാ പറയുന്നത്. കണ്ടിന്യൂസ്, തുടരുന്നതിനൊക്കെ നമുക്ക് കണ്ടിന്യൂസ് എന്ന് ഉപയോഗിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ്, ഇപ്പൊ തുടരുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ്, മുമ്പ് തുടർന്നിരുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഭാവിയിൽ തുടരുന്നത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് അല്ലെങ്കിൽ ഐ ആം വ്ലോഗിങ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? യു ആർ വാച്ചിങ് അല്ലെങ്കിൽ യു ആർ ലിസണിങ്. യു ആർ ലിസണിങ്, ING ഫോമാ വന്നത്. ഞാൻ പറഞ്ഞു ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വ്ലോഗിങ്, ING ഫോമാ വന്നത്. സോ അണ്ടർസ്റ്റാൻഡ്, when if the tense is continuous, whether it is present continuous, past continuous or future continuous. Present continuous ആണെങ്കിലും past continuous ആണെങ്കിലും future continuous ആണെങ്കിലും keep in mind there would be ING form of the verb. That means ING form of the verb ആണ് ഉപയോഗിക്കുക. ING form. അത് present continuous ആണെങ്കിൽ ING form ആണ്. past continuous ആണെങ്കിലും ING form ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലും ING ഫോം ആണ്. ING ഫോം വന്നാൽ അതെന്താണ്? കണ്ടിന്യൂസ് ആണ്.
പ്രസന്റിലാണെങ്കിലും പാസ്റ്റിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും. ഇനി എന്താ വ്യത്യാസം നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഓക്സിലറി വെർബ്സ് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഓക്സിലറി വെർബ്, കളിക്കളത്തിലെ മിന്നും താരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എവിടെ വരും, എന്തിനു ശേഷം വരും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്സിലറി വെർബ്സ് 24 കുറിച്ച്. ഓക്കെ, അല്ലെങ്കിൽ പ്ലാനിസ്റ്റ് ചെക്ക് ചെയ്യാം. കാണാൻ പറ്റും. വീഡിയോ കാണണം, മറക്കാതെ കാണണം, നോക്കിക്കോളൂ. അപ്പോ ഈസ് ഒന്നുകിൽ ഈസ് വരും, അല്ലെങ്കിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ പ്ലസ് ഐ എൻ ജി, പ്രസന്റ് കണ്ടിന്യൂസ്. നോക്കൂ, ഐ ആം ടീച്ചിങ്, ഐ ആം ടീച്ചിങ്. ചില ആളുകൾ ഞാനെന്നുള്ളതിന് ഐ ആം എന്ന് പറയും. ഞാനെന്നുള്ളതിന് ഐ ആം അല്ല, ഐ ആം. ഈസിന്റെയും ആറിന്റെയും ഒക്കെ പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആം. എവിടെ? പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ നോക്കി, ഐ ആം ടീച്ചിങ്, ഐ ആം ബ്ലോഗിങ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് പറയാം ഐ ആം ലിസണിങ്, അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസ്, ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നിങ്ങൾ ചുറ്റോട്ട് നോക്കൂ, അടുക്കളയിലേക്ക് നോക്കൂ. അമ്മ എന്താ ചെയ്യുന്നത്? മദർ ഈസ് കുക്കിംഗ്, അല്ലെ? മദർ ഈസ് കുക്കിംഗ്, അല്ലെ? നിങ്ങളുടെ കുട്ടി എന്താ ചെയ്യുന്നത് നോക്കൂ, നിങ്ങളുടെ അമ്മ എന്താ ചെയ്യുന്നത് നോക്കൂ. എന്താണ് ഓരോരുത്തർ ചെയ്യുന്നത്? ചിലപ്പോൾ സംടൈംസ് യുവർ സിസ്റ്റർ, മൈ സിസ്റ്റർ ഈസ് വാച്ചിങ് TV, അല്ലെ? ഓരോരുത്തരും ഓരോ ചെയ്യുന്നുണ്ടാവും. മൈ ബോയ് ഈസ് പ്ലേയിങ്. ഇപ്പൊ എന്താ നടക്കുന്ന ചുറ്റുഭാഗത്ത് നോക്കൂ, പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അവിടെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ, അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, മുമ്പ് തുടർന്നിരുന്ന കാര്യം. ഇന്നലെ ഈ സമയത്ത് നിങ്ങൾ ചെയ്തിരുന്ന കാര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് മുമ്പ്. കഴിഞ്ഞ പാസ്റ്റ് ഈസ് പാസ്റ്റ് ആണല്ലോ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി എന്നാണ്. അപ്പൊ പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സെക്കൻഡിന് മുമ്പ് ഉണ്ടായിരുന്ന കണ്ട, കുറച്ച് സമയം മുമ്പ് ഞാൻ എന്താ ചെയ്തിരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇന്നലെ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ. ഞാൻ ഇന്നലെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഇന്നലെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. നീ വിളിച്ചപ്പോ ഞാൻ കുളിക്കുകയായിരുന്നു, അല്ലെ? വെൻ യു കോൾഡ് ഐ വാസ് ടേക്കിംഗ് ബാത്ത്. ഐ വാസ് ടേക്കിംഗ് ആണ്, പാസ്റ്റ് ആണ്. ഐ ആം ടേക്കിംഗ് ബാത്ത് ആവുമ്പോ പ്രസന്റ് ആയി. സോ ഈസ് ആം ആറിന് പകരം ഇവിടെ എന്ത് കൊടുത്താൽ മതി? എന്ത് കൊടുത്താൽ മതി? ഈസ് ആം ആറിന് പകരം എന്ത് കൊടുത്താൽ മതി? വാസോ ഈസ് ആം ആറിന് പകരം എന്ത് കൊടുത്താൽ മതി? വാസ് വേർ കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിൾ ആണ് ഇംഗ്ലീഷ്. ആരൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചതാണ്, നമ്മൾ പേടിച്ചു, പഠിച്ചില്ല. ഈ പേടി മനസ്സിൽ കുടുങ്ങിയാലേ ഒരുപാട് പ്രാവശ്യം ഒരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കും, നമുക്കൊന്നും ഒന്നും ശരിയല്ലാതെ. ഒരാൾ നമ്മളെ പൊട്ടനെ അവനെ പൊട്ടനാണെന്ന് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നും ഞാനൊരു പൊട്ടനയില്ലെന്ന്. ഇതാണ് പ്രശ്നം. ഇംഗ്ലീഷ് പ്രയാസമാണെന്ന് എല്ലാവരും പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് പ്രയാസമാണ്. ശരിക്കും ആ ഒരു മൈൻഡ് നമ്മൾ മാറ്റിയെടുക്കുക. നെക്സ്റ്റ് ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞ വിലാസങ്ങളും ഉണ്ടാവും. ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് വിൽ ബി or shall be plus ing form. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസിൽ എല്ലാത്തിനും എന്തുണ്ടാകും? ing ഫോം ഉണ്ടാവും. മനസ്സിലാക്കിക്കോളാം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് ആം ആർ പ്ലസ് ing. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ് വേർ പ്ലസ് ing. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ വിൽ ബി or shall be plus ing form. സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കല്ലേ? What I am doing now? I am blogging. You are listening. Yesterday I was playing. You were watching. Okay. Yes. നാളെ I will be blogging. ഞാൻ നാളെയും ചെയ്യും. അപ്പൊ ചെയ്തോണ്ടേയിരിക്കും. ഞാൻ നിന്നെ ഓർത്തുകൊണ്ടേയിരിക്കും എന്ന് പറയില്ല നമ്മള്. I will be remembering you. Yes. നീ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. നീ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. You will be sitting. എനിവേ, അതാണ് ഫ്യൂച്ചറിൽ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് പഠിച്ചല്ലോ, ക്ലിയർ അല്ലേ? എന്താ പ്രത്യേകത? ing ഫോം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് പെർഫെക്റ്റ്.